ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കോഴക്കേസിൽ മുംബൈയിലെ കമ്പനി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ വിജിലൻസ്. കൈക്കൂലിയായി വാങ്ങിയ പണം മുംബൈയിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തിയോ എന്നതിലാണ് അന്വേഷണം. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ED ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കേസിലാണ് അന്വേഷണം മുംബൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് വിജിലൻസ് വ്യാപിപ്പിക്കുന്നത്. മുംബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബുഹ്റ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഈ ഇടനിലക്കാരായി നിന്ന ആളുകൾ, ED കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആളുകളോട് കൈക്കൂലിയായി വാങ്ങുന്ന പണം ഈ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെട്ടത് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുൻപും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, കൈക്കൂലിയായി വാങ്ങിയ പണം ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടക്കുന്നത്. ഏതായാലും കേരളത്തിന് പുറത്തേക്ക് EDയുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിന്റെ അന്വേഷണം വിജിലൻസ് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേരത്തെ ഈ വിജിലൻസ് SP തന്നെ വ്യക്തമാക്കിയിരുന്നല്ലോ, മറ്റു ചില പരാതികളൊക്കെ കിട്ടിയ കാര്യം, തെളിവ് ശേഖരണം നടക്കുകയാണ്, പരിശോധിക്കാനുണ്ട് എന്നായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ ഈ മറ്റ് പരാതികളിൽ ഏതെങ്കിലും കഴമ്പുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെ വരെ എത്തി ശ്യാംകുമാർ? ഉന്മേഷ, നിലവിൽ വിജിലൻസിന്റെ SP ശശിധരൻ വ്യക്തമാക്കുന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഈ കേസിൽ EDക്കെതിരായിട്ട് അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിക്കുന്നതിനാവശ്യമായ കൃത്യമായ ഒരു തെളിവുകളിലേക്ക് ഇതുവരെ വിജിലൻസിന് കടക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണത്തിൽ കൂടുതൽ വേഗത്തിൽ പോകുന്നത്. മറ്റൊരു കാര്യം, ഈ ഇടനിലക്കാരുടെ ഫോണുകൾ ഉൾപ്പെടെ സൈബർ പരിശോധനയ്ക്ക് അയക്കാൻ വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. അതും പ്രത്യക്ഷത്തിലുള്ള തെളിവുകളിലേക്ക് വേണ്ടി തന്നെയാണ് വിജിലൻസ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. മറ്റു പരാതികളുണ്ട് എന്ന് പറയുമ്പോഴും പരാതിക്കാർ രംഗത്ത് വരികയോ ഈ കേസ് അന്വേഷണത്തിന് ആവശ്യമായ തെളിവുകൾ വിജിലൻസിന് ലഭിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലില്ല. ഈ കേസിൽ ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്ന കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനാണ് ഇപ്പോഴും വിജിലൻസ് ശ്രമിക്കുന്നത്. ഉന്മേഷ്, ശരി. എസ് ശ്യാംകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.